ബിഗ് ബോസ് മലയാളം സീസൺ 7 ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ആരാകും വിജയ് എന്നത് സംബന്ധിച്ച് പ്രേക്ഷകർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. മുൻ സീസണുകളെ പോലെ ഒരു താരത്തിനും ഇതുവരെ കൃത്യമായ മേധാവിത്വം നേടാൻ സാധിച്ചില്ല. എന്നാൽ ഈ സീസണിൽ ഒരേയൊരു രാജാവ് ഷാനവാസ് ആണെന്നും അദ്ദേഹം കപ്പ് നേടാൻ പോവുകയാണെന്നും ആരാധകർ ഒരു വിവാഹം പറയുന്നു. അതിനോടൊപ്പം തന്നെ റണ്ണറപ്പായി പൊസിഷന് അനുമോൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു. ഷാനവാസിന്റെ അതേ തരത്തിലുള്ള പ്രേക്ഷക പിന്തുണ അനുമോൾക്കുമുണ്ട്. അവർ കുറച്ചുകൂടി ആക്രമണോത്സുകമായി മത്സരിച്ചാൽ അനുമോളെ പിന്നെ പിടിച്ചിരുത്താൻ കിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ കുറിപ്പിൽ പറയുന്നു. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ബിഗ് ബോസ് മലയാളം സീസൺ 50-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മത്സരം ആവേശകരമായ ഘട്ടത്തിലാണ്. ഈ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഷാനവാസ് തന്നെയാണ് വിജയപ്രതീക്ഷയിൽ മുന്നിൽ. ഒരേ ഒരു രാജാവ് എന്ന ലേബലിന് അനുയോജ്യമായ പ്രകടനവുമായി രുദ്രൻ അഥവാ ഷാനവാസ് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നു. അതിനിടെ ഷാനവാസ് എന്ന മത്സരാർത്ഥി തന്റെ അതുല്യ സ്വാഗും സ്ക്രീൻ പ്രസൻസും കൊണ്ട് ശ്രദ്ധ നേടുകയാണ്. അവന്റെ ശക്തമായ സാന്നിധ്യവും സദാചാര ബോധവും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്ഥിരം പിന്തുണാ വലയം ഷാനവാസിന് ലഭിച്ചിട്ടുണ്ട്. അക്ബർ അടക്കമുള്ള മത്സരാർത്ഥികൾ ഷാനവാസിനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ വേട്ടയ്ക്ക് ശേഷം ചോരയൊലിപ്പിച്ച് കിടക്കുന്ന സിംഹത്തെ പോലെ കഴുതപ്പുലികൾ ഒത്തുകൂടിയ അവസ്ഥയിലാണ് ഓർമ്മിപ്പിക്കുന്നത്. ഷാനവാസിന്റെ എജ്ജാദ് നോട്ടം അവന്റെ തനതായ ശൈലിയും പ്രേക്ഷകരെ ആകർഷിക്കുന്നു. മറ്റു ഗാനങ്ങളെ പുറത്താക്കാതെ ഷാനവാസ് തുറന്നാൽ ഈ സീസണിൽ അവൻ തൂക്കും എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. റണ്ണറപ്പ് പൊസിഷനിൽ അനുമോൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. ഷാനവാസിന്റെ അതേ തലത്തിൽ പ്രേക്ഷക പിന്തുണ അനുമോൾക്കുമുണ്ട്. അവർ കുറച്ചുകൂടി ആക്രമണോത്സുകമായി മത്സരിച്ചാൽ അനുമോളെ പിന്നെ പിടിച്ചുകിട്ടില്ല. മൂന്നാം സ്ഥാനത്തിന് വേദലക്ഷ്മിക്കാണ് കൂടുതൽ സാധ്യത. അവരുടെ നിലപാടുകളും കാഴ്ചപ്പാടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. പുറത്ത് പിന്തുണാ സൂചനകൾ ഇതിനകം ശക്തപ്പെടുന്നു. മികച്ച കണ്ടന്റുകൾ വരും ദിവസങ്ങളിൽ ലക്ഷ്മി നൽകിയാൽ മൂന്നാം സ്ഥാനം ഉറപ്പാകും. എന്നാൽ അനീഷ് എവിടെയാണ്? ഒറ്റയാൻ എന്നറിയപ്പെടുന്ന അനീഷിന്റെ തുടക്കം മുതൽ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവരുടെ കൂക്കുവിളിയിലും കളിയാക്കലും അവന്റെ സ്ക്രീൻ പ്രസൻസ് കുറഞ്ഞു. രുദ്രന്റെ തിരക്കത്തിന് മുന്നിൽ അനീഷിന്റെ പ്രകടനം മങ്ങിപ്പോയി. സൂര്യന്റെ ചുവട്ടിൽ മൺവിളക്ക് വെച്ച അവസ്ഥയായി. സെലിബ്രിറ്റികളും സാധാരണക്കാരും തമ്മിലുള്ള ഫിസിക്കൽ വ്യത്യാസം ഈ സീസണിൽ വ്യക്തമാണ്. എന്നിരുന്നാലും ഒരു കോമണർ എന്ന നിലയിൽ ഫൈനൽ 5-ൽ എത്താൻ അനീഷിന് കഴിഞ്ഞാൽ അത് അഭിമാനകരമായ നേട്ടമായിരിക്കും. 4-ാം സ്ഥാനത്താണ് അനീഷിന്റെ സാധ്യതകൾ. ഈ സീസണിൽ മത്സരാർത്ഥിയുടെ വ്യക്തിത്വവും തന്ത്രങ്ങളും വെളിവാക്കുന്നതിനാൽ പ്രേക്ഷകർ ആകാംക്ഷയുടെ അടുത്ത എപ്പിസോഡുകൾ കാത്തിരിക്കുകയാണ്. ഷാനവാസ്, അനുമോൾ, വേദലക്ഷ്മി, അനീഷ് എന്നിവർ തമ്മിലുള്ള മത്സരം കൂടുതൽ രസകരമാകുമെന്ന പ്രതീക്ഷയോടെ.